എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ടാണ് അപ്പാൻ ചേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങേക്ക് തിരക്കുണ്ടെന്ന് അറിയാം. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. താങ്ക് യു സോ മച്ച് ഫോർ ആക്സെപ്റ്റിംഗ് അവർ ഇൻവിറ്റേഷൻ. ഇന്നത്തെ ഈ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശരത്തേട്ടൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. മായതുമാരയുടെ ഈ ഒരു വീഡിയോ ലോഞ്ചിങ് സെറമണിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അപ്പാൻ ചേട്ടനോട് ഏറ്റവും സ്നേഹപൂർവ്വം നിറഞ്ഞ മനസ്സോടെ തന്നെ അക്ബർ ഖാന്റെയും അതോടൊപ്പം തന്നെ ഫാമിലി മെമ്പേഴ്സിന്റെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു മൂവിയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ നിന്നാണ് ഇങ്ങോട്ട് പ്രോഗ്രാമിന് വേണ്ടി ഓടി എത്തിയത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു പോകണം, തൊടുപുഴയ്ക്ക് എത്തണം. വീണ്ടും ആശംസകൾ നേരുന്നു. സോങ്ങിനും അവൻ്റെ മുന്നോട്ടുള്ള പുതിയ ഓരോരോ സ്റ്റെപ്പ് ആശംസകൾ നേരുന്നു. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ കാര്യത്തിലും ഞാൻ എന്ന വ്യക്തി എൻ്റെ ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക എല്ലായ്പ്പോഴും. അതുകൊണ്ട് തന്നെ അവൻ്റെ വിജയത്തിൽ ഞാൻ ഒരുപാടധികം ആഗ്രഹിക്കുന്നു, അവൻ്റെ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട്. അടിപൊളി സിംഗറാണ്. അപ്പോൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കുറേ പാട്ടുകൾ, പുതിയ പാട്ടുകൾ ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് കൊറിയോഗ്രാഫി നന്നായിട്ടുണ്ടായിരുന്നു, കൂടെ അഭിനയിച്ച് എല്ലാവരും നന്നായിട്ട് ചെയ്തു. ലൈറ്റിങ് എനിക്ക് ഏറ്റവും DOP ക്യാമറ ചെയ്ത ആൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി ബ്യൂട്ടിയായിട്ട് DOP ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റഡ് സ്പേസിൽ അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് സോങ് ആസ്വദിക്കാൻ പറ്റി. സോ ഈ സോങ് അടിപൊളിയാവട്ടെ. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ലൈഫിൽ അവൻ നേടിയിട്ടുള്ള ഓരോ നേട്ടങ്ങളും അവൻ്റെ അവനും അവൻ്റെ ടീമിൻ്റെ ഒരു സ്ട്രഗിളിംഗ് ആണ് എനിക്കറിയാം. ഇപ്പോഴും ആൾ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ ആ പ്ലാറ്റ്ഫോമിൽ, ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്. അതിനിറങ്ങിയ ശേഷവും ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട് ചെയ്യാനായിട്ട്. മുന്നോട്ടുള്ള വഴികളിൽ എല്ലായ്പ്പോഴും ഒരു കൂട്ടുകാരനായിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ടാകും. ഈ ആൽബത്തിനും അവനും അവൻ്റെ ടീമിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് അത് കൂടാതെ തന്നെ ശരത്തേട്ടനോട് ചോദിക്കാനുള്ളത്, അക്ബർ ഖാനും ശരത്തേട്ടനും വളരെ തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോ ബിഗ് ബോസിൽ നിങ്ങൾ രണ്ടുപേരുടെയും ഒരു കോംബോ എന്ന് പറയുന്നത് വളരെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു. അപ്പോ അപ്രതീക്ഷിതമായിട്ടാണ് ശരത്തേട്ടൻ പുറത്തിറങ്ങിയത്. പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു എവിക്ഷൻ? പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു എവിക്ഷൻ? ആദ്യം തന്നെ എനിക്ക് ഒരു കാര്യം വിഷമാവില്ലെങ്കിൽ പറയാം. ഇതൊരു അക്ബറിൻ്റെ നല്ലൊരു കണ്ടന്റിൻ്റെ പ്രൊമോഷൻ, അതിൻ്റെ ഓഡിയോ ലോഞ്ചിങ് അല്ല. അപ്പോൾ അതിനിടയിൽ വെറുതെ നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ ഇലക്ഷനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട സ്പേസ് അല്ല കൊടുക്കണം. നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് അവനും അവൻ്റെ ടീമിൻ്റെയും ക്രിയേറ്റിവിറ്റി കാണാനായിട്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാവരെയും നിർത്തിയിട്ട് ബിഗ് ബോസ് എങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാര്യം ഇപ്പം റോണിൻ സംസാരിച്ച പോലെ എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി, അത് വലിയ ഭാഗ്യം. കുറച്ച് നേരത്തെ ഇറങ്ങി, അവർ കുറച്ച് താമസിച്ചിറങ്ങുന്നത് മാത്രമേ ഉള്ളൂ. സോ ആർക്കും എല്ലാവരും നന്നായിട്ട് ഗെയിം ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു പക്ഷേ വീടിനുള്ളിൽ കയറിയപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ ഒരു എന്താ പറയുക, ഹോപ്പ് തേടി വന്ന ആൾക്കാരാണ് അവരവരുടെ സ്പേസിൽ നിന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും അത് നേടാൻ പറ്റട്ടെ, സന്തോഷം, അത്രേ ഉള്ളൂ. എനിക്ക് ഞാൻ എവിക്ഷനെ കുറിച്ചൊന്നും സംസാരിക്കാനുള്ള സ്പേസ് അല്ലല്ലോ ഇത്. അതൊക്കെ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ്. മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എക്സാക്ട്ലി. നമുക്ക് ഇനി മുന്നോട്ടുള്ളത് മായ ദിവാനയുടെ ഒരു ഗ്രേറ്റ് സക്സസ് ആണ്. മായ ദിവാന എന്ന ആൽബം ഭയങ്കര ഹിറ്റ് ആവട്ടെ, ഇത് വേൾഡ് ഹിറ്റ് ആവട്ടെ. ഈ സോങ് എല്ലായിടത്തേക്കും സോങ് എത്തട്ടെ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ അതിന് ഇപ്പം നാളെയല്ലേ യൂട്യൂബ് റിലീസ്, നാളെയല്ലേ, ഇന്നാണ് റിലീസ്. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക സോങ്. നമ്മൾ മാക്സിമം ആൾക്കാരിലേക്ക് സോങ് എത്തിക്കുക. അവൻ ബിഗ് ബോസിനുള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് അവന് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഒരു സുഹൃത്തുക്കൾ നൽകി അവന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവൻ ക്രിയേറ്റീവായിട്ട് ചെയ്ത ഒരു കണ്ടന്റിനെ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്. ബൈ. Thank you so much once again for coming here and accepting our invitation. മായ ദിവാനയുടെ ഈ ഒരു വലിയൊരു ഡ്രീം കം ട്രൂ മൊമെന്റിലേക്ക് കടന്നു വന്ന ചേട്ടനോട് ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ അക്ബർ ഖാന്റെയും അവരുടെ ഫാമിലിയുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു again and again.